അമേരിക്കൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ട്രംപുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും മുൻ അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കയിൽ ഏവർക്കും സ്വീകാര്യനുമായ ബറാക് ഒബാമയെ ട്രംപുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പൊടുന്നനെ കടന്നു വരികയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും കൈകൾ പിന്നിലേക്ക് കെട്ടി വിലങ്ങ് ധരിപ്പിക്കുകയും ബലമായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയം അത്രയും ട്രംപിന്റെ മുന്നിൽ മുട്ടുകുത്തി ഒബാമ ഇരിക്കുകയും ചെയ്യുന്ന ഭീകരമായ കാഴ്ചയാണ് ഇപ്പോൾ ട്രംപ് തന്നെ പങ്കുവെച്ച വീഡിയോയിലൂടെ മനസ്സിലായിരിക്കുന്നത്. ജയിലിലെ സെല്ലിൽ ഓറഞ്ച് നിറമുള്ള വസ്ത്രം ധരിച്ച് ഒബാമ നിൽക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കാൻ ഇടവരുന്ന ദൃശ്യങ്ങൾ ട്രംപ് തന്നെ പങ്കുവച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇതിന്റെ അലയൊലികൾ അമേരിക്കയിൽ മുഴങ്ങിയേക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇങ്ങനെയൊരു വാർത്ത ഞാൻ ഈ രീതിയിൽ വായിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ആ രാഷ്ട്രീയത്തിൽ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ നോക്കിക്കാണുകയോ ഒക്കെ ചെയ്യും. ഇപ്പറഞ്ഞത് ശരിയാണ്. വരും മണിക്കൂറുകളിൽ ഇതിന്റെ അലയൊലികൾ അമേരിക്കയിൽ മുഴങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇത് AI വീഡിയോ ആണ്. പങ്കുവെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമായ ഒരു ചോദ്യവും പ്രത്യാഘാതവും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ അമേരിക്കയിൽ മുഴങ്ങാൻ കാരണമാവുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു തമാശ എന്നോ ഭ്രാന്തൻ സമീപനങ്ങൾ എന്നോ ഒക്കെ ഇതിനെ വിശേഷിപ്പിക്കാം. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയെ കൈവിലങ്ങണിയിച്ച് അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യം AI ആണ്. ഈ ദൃശ്യം ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവെച്ചതോടെ വലിയ രാഷ്ട്രീയ സൂചനകളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടി അണികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലും ഒബാമയെ അപമാനിക്കുന്ന തരത്തിലുമാണ് ദൃശ്യങ്ങൾ എന്നാണ് പൊതുവിലയിരുത്തൽ. ജീവിച്ചിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും സ്വീകാര്യനായ പൊതുസമൂഹത്തിനും ലോകത്തിനുമൊക്കെ വളരെ വലിയ ആദരവ് കൽപ്പിക്കപ്പെടുന്ന ഒരു മുൻ പ്രസിഡന്റ് കൂടിയാണ് ബറാക് ഒബാമ. അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും വലിയ ലോകമൊട്ടുക്കുമുള്ള ആരാധക വൃന്ദത്തെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളുമൊക്കെ ആ ഒരു തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് ഇത്ര വില കുറഞ്ഞ രീതിയിൽ സമുന്നതമായ സംസ്കാരത്തിൻ്റെ പറുദീസയാണ് അമേരിക്ക എന്നും വലിയ ജനാധിപത്യ ബോധമൊക്കെ ഉള്ള ലോകത്തിലെ നമ്പർ 1 രാജ്യമാണ് എന്നൊക്കെ അമേരിക്കയെ നോക്കി പറയുമ്പോൾ തന്നെയാണ് ഒരു മുൻ പ്രസിഡന്റിനെ, അതും ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഇത്തരത്തിൽ വഷളാക്കുന്നത് അല്ലെങ്കിൽ അപമാനിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും ഈ രാഷ്ട്രീയം ഇത് കേവലം ഒരു AI ചിത്രമായി മാത്രം കാണാൻ നമുക്ക് കഴിയില്ല. അതിനകത്തൊരു സൂചനയുണ്ട്. ഇതിൽ ട്രംപ് പങ്കുവെച്ചൊരു ക്യാപ്ഷൻ കൂടിയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല എന്ന അടിക്കുറിപ്പാണ് ആ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ട്രംപ് എഴുതി ചേർത്തത്. ഇങ്ങനെ ഒരു കമൻറ്റും വീഡിയോയും ട്രംപ് പങ്കുവെക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നേരത്തെ ട്രംപിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച ബറാക് ഒബാമ പ്രസിഡന്റ് നിയമത്തിനും അപ്പുറമാണോ എന്ന് തൻ്റെ ട്വിറ്ററിലൂടെ വിമർശന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിന് മറുപടിയായാണ് ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന AI ദൃശ്യങ്ങൾ പങ്കുവെച്ച് ആരും നിയമത്തിന് അതീതരല്ല എന്ന കുറിപ്പോടെ ട്രംപ് ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ഇതല്പം കൂടിപ്പോയി എന്നാണ് പൊതുവായുള്ള വിലയിരുത്തൽ. അതിൻ്റെ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ 2016 തിരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യയുടെ സ്വാധീനമുണ്ടായിരുന്നു എന്ന ആരോപണത്തിൽ ഒബാമ വിചാരണ നേരിടണമെന്ന് US നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി ഡയറക്ടർ തുൾസി ഗബാർഡ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ AI വീഡിയോ പുറത്തു വരുന്നത്. ഇത് പുറത്തു വന്നു എന്നതുകൊണ്ട് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇത് പങ്കുവെച്ചത് ആരാണ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരിശോധിച്ചാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലൊക്കെ കിം ജോങ് ഉന്നും വ്ളാഡിമിർ പുടിനും സെലൻസ്കിയും ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ആയത്തുള്ള അലി ഖംനേയും ഒക്കെ ഉൾപ്പെട്ട ഒരുപാട് AI വീഡിയോകൾ തമാശ രൂപേണ വരുന്നുണ്ട്. വളരെ സീരിയസ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലൂടെ വരുന്നുണ്ട്. കൗതുകങ്ങളും ചിന്തയും ചിരിയും ഒക്കെ ഉണർത്തുന്ന ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പങ്കുവെക്കുന്നത് ഏതെങ്കിലും തേർഡ് പാർട്ടി വ്യക്തികളോ തേർഡ് പാർട്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ഒക്കെയാണ്. എന്നാൽ ലോകത്തിനെ തന്നെ നിയന്ത്രിക്കുമെന്ന് അവകാശപ്പെടുന്ന, ലോകത്തിൽ 1-ാം നമ്പറാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന, മഹോന്നതമായ ഒരു ജനാധിപത്യം വെച്ച് പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇത്തരം ഒരു വീഡിയോ തൻ്റെ എതിർ പാർട്ടിയുടെ
പാർട്ടിയുടെ നേതാവിനെ, നേരത്തെ പറഞ്ഞതുപോലെ ഏവരാലും ആദരിക്കപ്പെടുന്ന ഒരു നേതാവിനെതിരെ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഒന്നെങ്കിൽ ട്രംപിൻ്റെ മാനസിക നിലയെക്കുറിച്ച് പറയാൻ കാരണമാകുന്ന ഒന്ന്, അതല്ലെങ്കിൽ അവരുൽപ്പാദിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ വെറുപ്പ്, അതുമല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭ്രാന്തൻ സമീപനം, അതിൻ്റെ താരതമ്യേന ഏറ്റവും ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒന്ന് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യയുടെ സ്വാധീനം സ്ഥാപിക്കുന്നതിനായി ഒബാമയുടെ സുരക്ഷാ ക്യാബിനറ്റ് തയ്യാറാക്കിയ 114 പേജുള്ള തിരുത്തലുകൾ വരുത്തിയ ഇമെയിലുകൾ കണ്ടെത്തിയതായാണ് ഗബാർഡ് അവകാശപ്പെടുന്നത്. ട്രംപിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും അട്ടിമറി നടത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാണ് ഗബാർഡ് പിന്നീട് എക്സിൽ കുറിക്കുന്നത്. ഈ ഏത് അധികാരത്തിലുള്ള ആളാണെങ്കിലും ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഗബാർഡ് കുറിച്ചു. അന്വേഷണത്തിനായി എല്ലാ രേഖകളും DOJക്ക് കൈമാറുമെന്നും ഇവർ അറിയിക്കുന്നുണ്ട്. ഗബാർഡിന്റെ നീക്കത്തെ ട്രംപ് പിന്നീട് അഭിനന്ദിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴിയിലൂടെ നടക്കട്ടെ എന്നാണ് ഈ വീഡിയോയ്ക്കടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇതിനുശേഷമാണ് ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യം ട്രംപ് ഈ ഗബാർഡിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ട്രംപ് പുറത്തുവിട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒബാമയെ അറസ്റ്റ് ചെയ്യും എന്നതിൻ്റെ മുന്നറിയിപ്പാണോ ഇതെന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ ചർച്ചകളാണ് ഇത് സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിനെ എതിർത്തും ട്രംപിൻ്റെ മാനസിക നിലയെ ഇകഴ്ത്തിയും ധാരാളം പേർ ഇതിനകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. ട്രംപിൻ്റെ ഈ രീതിക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ പോലും എതിർപ്പുകൾ ഉയരുന്നതായാണ് വിലയിരുത്തൽ. ഡെമോക്രാറ്റിക് പാർട്ടി ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാവി എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. Waytonikah.com, the exclusive Muslim matrimonial site.